അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മുസ്തഫ മൻഫലൂത്തിയുടെ 21ാമത്തെ യൂണിറ്റിന്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ഒരു പാഠഭാഗം കയ്യലോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നാമത്തെ ബ്ലോക്ക് പൂർത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ബ്ലോക്ക് ഉണ്ട്. അതിൽ കാര്യമായിട്ട് ഷോർട്ട് സ്റ്റോറി പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വരാനുണ്ട്. ഏതായാലും ഈ അവസാന ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്തഫ മൻഫലൂത്തിയുടെ അദ്ദേഹത്തിൻ്റെ മാജിദ് വലീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറച്ച് കോട്ടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 3 നമ്മൾ പറഞ്ഞു. 4ാമത്തെ കൂടെ പറയാം. ഇന്നല്ലദീ വറസഹ ഫീ ഖൽബി ഹാദൽ ആമാൽ, എൻ്റെ ഹൃദയത്തിൽ ഈ നല്ല നല്ല ആഗ്രഹങ്ങൾ കുഴിച്ചിട്ടൊരുത്തൻ, അതിനെ അവിടെ നട്ടൊരുത്തൻ, അവൻ അതിനെ പരിപാലിക്കാനും അതുപോലെ തന്നെ അവൻ്റെ വാത്സല്യം കൊണ്ടും അവൻ്റെ പരിഗണന കൊണ്ടും അവൻ അതിനെ പരിപാലിക്കാൻ കഴിയും. ഏതുവരെ? അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുന്നത് വരെയും അതുപോലെ തന്നെ അത് പൂക്കളാൽ നിറയുന്നത് വരെയും. അത് പൂക്കളാൽ നിറയുകയും അതുപോലെ അതിൻ്റെ ഫലം വെളിവാവുകയും അതിൻ്റെ പുഷ്പങ്ങൾ വെളിവാവുന്നത് വരെയും അവൻ അതിനെ പരിപാലിക്കാനും കഴിയും. എൻ്റെ മനസ്സിൽ മുന്നിട്ട് വരുന്ന അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നട്ട ഒരുത്തൻ, ആ ഒരുത്തന് ഒരിക്കലും എന്നെ നിരാശനാക്കിയാണ്ട് അവൻ പോവുകയില്ല. അതുപോലെ തന്നെ എനിക്ക് എഴുന്നേൽക്കാനോ എനിക്ക് പറക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയിലാക്കിക്കൊണ്ട് എന്നെ അവൻ വിട്ടുപോവുകയുമില്ല. അതുപോലെ തന്നെ അവിടെ പറയുന്ന ഒന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് എല്ലാ ആളുകളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം മുഴുവനായിട്ടും എൻ്റെ അടുക്കൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, പരമായിട്ട് പിടിച്ചെടുത്തുകൊണ്ടുപോയി. അവൻ ബാക്കിയാക്കിയിട്ടില്ല. എന്ത് മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ? ഈ പ്രതീക്ഷയുടെ ഒരു രുചി, അതിൻ്റെ ഒരു മാധുര്യം, അത് മാത്രമേ അവൻ ബാക്കിയാക്കിയിട്ടുള്ളൂ. അത് മറ്റൊരാൾ വന്നുകൊണ്ട് എന്നോട് കാഠിന്യമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് ആ പ്രതീക്ഷയുടെ രുചി കൂടെ എടുത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ആ പ്രതീക്ഷയുടെ രുചി മാത്രം ബാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സന്തോഷങ്ങളും എടുത്തു കൊണ്ടുപോകുന്നതാണ്. അഥവാ ഒരാൾ പൂർണ്ണമായിട്ട് എടുത്തു കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ആ പ്രതീക്ഷയുടെ രുചി മാത്രം ബാക്കി വെക്കുന്നതാണ്. കാരണം ആ പ്രതീക്ഷയുടെ രുചി എന്താണ്? അതാണ് ജീവിതത്തിന്റെ ഈ മലാക്കും ഐശ്യം, എൻ്റെ ജീവിതത്തിന്റെ മാലാക അതാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ നിലനിൽപ്പും അതാണ്. അപ്പോൾ എല്ലാം എടുത്തു കൊണ്ടുപോയാലും ആ ഒരു പ്രതീക്ഷ മാത്രം അവിടെ ബാക്കി ഉണ്ടായാൽ മതി എന്നാണ് അതിൻ്റെ ആ ഒരു കോട്ടിന്റെ ഉദ്ദേശം. അടുത്ത കോട്ട്, ഇന്നൽ യൗമല്ലദീ അശ്അറ ഫീ ബിഖൈബത്തി ആമാലി, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിരാശ അനുഭവിക്കുന്ന, എല്ലാ ആഗ്രഹങ്ങളും ഒഴിവായി ഞാൻ നിരാശപ്പെടുന്ന ഒരു ദിവസം. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളുടെയും കയറുകൾ അറ്റുപോകുന്ന ഒരു ദിവസം. ആ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കണം. കാരണം ഹൃദയമില്ലാത്ത ഒരാളുടെ ജീവിതം ആ ജീവിതത്തിൽ ഒരു ഹൈറുമില്ല. അതുപോലെ തന്നെ സ്നേഹമല്ലാത്ത മറ്റെന്തോ ഒരു കാര്യം കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തിനും ഒരു ഹൈറുമില്ല. അപ്പോൾ സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഹൃദയവും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഹൃദയവും വേണം. അടുത്തതായി, വകാന ത്വലബത്തുൽ മദ്രസത്തി ഫീ ഷൈഇൻ നാഖിസ്മൈൻ, നമ്മുടെ കാര്യത്തിൽ ഈ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾ, സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ അവർ 2 വിഭാഗക്കാരാണ്. ഒരു വിഭാഗം നമ്മളെപ്പോഴും പരിഹസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മോടെപ്പോഴും കരുണ കാണിക്കുന്ന, നമ്മുടെ കാര്യത്തിൽ എപ്പോഴും വിഷമിക്കുന്ന വളരെയധികം കരുണയുള്ള ആളുകളും. ഈ കരുണ കാണിക്കുന്നവരുടെ കണ്ണുനീർ ഏതുപോലെ തന്നെയാണ് ഈ പരിഹസിക്കുന്നവരുടെ ചിരി പോലെ തന്നെയാണ്. കാരണം ഈ 2 കാര്യങ്ങളും നമ്മുടെ നഫ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ദുഃഖവും ഉണ്ടാക്കി തരുന്നുണ്ട്. അടുത്ത കോട്ടിൽ പറയുന്നത്, കൽബി നാറുൽ ഹുബ്ബി ഷൈരിൽ ജമീലി, വളരെ ഭംഗിയുള്ള കാവ്യ സ്നേഹത്തിന്റെ തീജ്വാലയാണ് എൻ്റെ ഹൃദയം. എങ്ങനെയുള്ള ഒരു കാവ്യ സ്നേഹമാണ്? ആ കാവ്യ സ്നേഹം കൊണ്ടല്ലാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനിൽ നിന്നും തൃപ്തി അടയുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനോടും കൂട്ടുകൂടുകയുമില്ല. ഈ കാവ്യസ്നേഹം, ആ സ്നേഹത്തെ നാം പരിഗണിക്കണം. എപ്പോഴും അതിനെ പരിപാലിച്ച് അതിനെ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ കത്തിച്ചിട്ടില്ലെങ്കിൽ അത് അണഞ്ഞു പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ തീജ്വാലകൾ, അതിൻ്റെ കനൽ കട്ടകൾ അതെല്ലാം വെണ്ണീരായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പോലെയാണ്. ആ പക്ഷി രാവിലെ അതിൻ്റെ ഭക്ഷണം തേടിക്കൊള്ളുകയും അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ചു വരികയും അതേപോലെ തന്നെ അത് പാട്ടുപാടുകയും അത് കൊത്തി കൊത്തി തിന്നുകയും. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ പക്ഷിക്ക് ജീവനില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ സ്നേഹവും. ഒരു പക്ഷിയെ ഒരുപാട് കാലം കൂട്ടിലിങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ ആ പക്ഷി അവിടെ കിടന്ന് നശിച്ചു പോകുന്നത് പോലെ ഈ ഹൃദയത്തിന്റെ കൂട്ടിൽ നമ്മൾ അതിന്റെ ബന്ധനത്തിൽ, അതിന്റെ അഴികൾക്കുള്ളിൽ സ്നേഹത്തെ വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് കാലം അതിനുള്ളിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നശിച്ചു പോവുകയുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ നിരാശപ്പെട്ടുകൊണ്ട് അതിന്റെ തല താഴ്ത്തും, പിന്നീട് അത് ഇല്ലാതായി പോകും. അപ്പോൾ ഒരു പക്ഷിയെ പോലെയാണ്. ആ പക്ഷി ഒരുപാട് കാലം കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത് പോലെ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതും നശിച്ചു പോകും. അടുത്ത കോട്ടിൽ, വലമാലം അയിദ് ഫിന്നാസിമൻ അഹബഹു വസ്തഫൈതഹു, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ ജനങ്ങളിൽ ഞാൻ എത്തിക്കാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ സ്വയത്തെയും അതുപോലെ തന്നെ അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ലോകത്തുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഞാൻ അതിനെ ഇഷ്ടപ്പെടുകയും അതിനെ തിരഞ്ഞെടുക്കാനും തുടങ്ങി. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ എന്നോട് മറ്റൊരാളും തർക്കിക്കുന്നതോ അതുപോലെ തന്നെ മറ്റൊരാളും ഈ 2 കാര്യങ്ങളിൽ എന്നോട് അതിജയിക്കുന്നതോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു തർക്കിക്കുന്ന ആളെ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ അടുത്ത കോട്ടിൽ പറയുന്നത്,
ഞാൻ എൻ്റെ നെഞ്ചിൻ്റെ മേൽ എൻ്റെ കൈ ഇങ്ങനെ വെച്ചു നോക്കും, എൻ്റെ വാരിയല്ലുകൾക്കിടയിൽ എവിടെയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനം എന്നറിയാൻ. കാരണം എല്ലാ തിരഞ്ഞെടുക്കുന്നവരും ആഗ്രഹിക്കുന്ന ഒരു വിജയം, ആ ഒരു വിജയത്തിൻ്റെ സന്തോഷത്താൽ എൻ്റെ ഹൃദയം പാറിപ്പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അത് കാരണത്താൽ ഞാൻ എൻ്റെ നെഞ്ചിൻ്റെ മേൽ കൈ വെച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥലമാണ് എവിടെയാണ് എന്ന് ഞാനിങ്ങനെ തിരഞ്ഞു നോക്കാറുണ്ട്. അടുത്ത കോട്ടിൽ മാ കുന്തു മുഹ്സിനൻ കബലലിയവും, ഈ ദിവസത്തിന് മുമ്പ് ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല, പക്ഷേ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നന്മയെയും അതുപോലെ തന്നെ കാരുണ്യത്തെയും നിറച്ചു. അതേപോലെ അവൻ്റെ കണ്ണുകളിൽ മറ്റുള്ള എല്ലാ വലിയ കാര്യങ്ങളെയും ഈ സ്നേഹം നിസ്സാരമാക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ നഫ്സിനോട് സ്നേഹം കൽപ്പിക്കുകയും ചെയ്തു, അതിനെ തോന്നിപ്പിക്കുകയും ചെയ്തു. അടുത്ത കോട്ടിൽ പറയുന്നത് അഫുൽ ഹയാത്തി ഹൈറുമിൻ മജ്ഹൂദിഹ, ഈ ജീവിതത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെക്കാളും ഉത്തമമായിട്ടുള്ളത് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച കൊടുക്കലാണ്. ഈ സ്നേഹം, സന്തോഷം, അതൊക്കെ ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരു പൂ പോലെയാണ്. അതിനെ കാണുന്നവൻ അതിൻ്റെ കാഴ്ച കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ മണം കൊണ്ടും തൃപ്തിപ്പെടുകയാണെങ്കിൽ അതെന്നും ശോഭിച്ചുകൊണ്ടേ നിൽക്കും. ഇനി അതല്ല, അവൻ അതുകൊണ്ടും തൃപ്തിപ്പെടാതെ അവൻ അതിനെ തൊടാൻ ഒരുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പൂവിനെ കൈ വെച്ചുകൊണ്ട് കളിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഉണങ്ങിപ്പോവുകയും അതിൻ്റെ ഭംഗിയും അതിൻ്റെ മണമെല്ലാം ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ തൊടാതെ അതിൻ്റെ കാഴ്ച കൊണ്ടും മണം കൊണ്ടും തൃപ്തിപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതെപ്പോഴും നല്ല ക്ഷോഭിച്ചുകൊണ്ട് നിൽക്കും, ആ പൂ എപ്പോഴും ശോഭിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെയുള്ള പൂ പോലെയാണ് യഥാർത്ഥത്തിൽ സന്തോഷം. അടുത്ത കോട്ടിൽ പറയുന്നത് കുൻ കമാതഷാ, നീ ഉദ്ദേശിക്കുന്നത് പോലെ നീ ആയിക്കോ, അതുപോലെ നീ ഉദ്ദേശിക്കുന്നത് പോലെ നീ ജീവിച്ചോ. നിന്റെ ഈ യുവത്വത്തിന്റെ ദിവസങ്ങളെല്ലാം ഒരു ദിവസം ഇല്ലാതാവും, അതെല്ലാം കഴിഞ്ഞു പോകും. അതുപോലെ അതിനോടൊപ്പം തന്നെ നിന്റെ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കഴിഞ്ഞു പോകും. ആ ഒരു സമയത്ത് നീ ഇപ്പോൾ ഈ പറക്കുന്ന ഈ ഒരു ആകാശത്തിൽ നിന്ന് ഞാനിപ്പോൾ താമസിക്കുന്ന ആ ഒരു ഭൂമിയിലേക്ക് നീ ഇറങ്ങി വരും. അഥവാ ഈ പറയുന്ന ആള് ഒരു പക്ഷെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു യുവത്വം കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ഈ യുവത്വത്തിന്റെ അതിന്റെ സ്വപ്നങ്ങളിലൊക്കെ നീ പാറി പറക്കുമ്പോൾ ഒരു ദിവസം അതെല്ലാം കഴിഞ്ഞു പോകും. പിന്നീട് ഞാൻ ഈ താമസിക്കുന്ന ഭൂമിയിലേക്ക്, അതിന്റെ എല്ലാ സ്വപ്നങ്ങളുടെയും ആകാശം വിട്ട് നീ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പിന്നീട് നമ്മൾ പരിചയമില്ലാത്തതിന് ശേഷം നാം പരിചയപ്പെടുകയും അതുപോലെ തന്നെ വേർപിരിഞ്ഞതിന് ശേഷം നാം വീണ്ടും ഒരുമിച്ച് ചേരുകയും അതുപോലെ നാം പണ്ട് കണ്ടുമുട്ടിയതുപോലെ വീണ്ടും നാം കണ്ടുമുട്ടുകയും ചെയ്യും. അടുത്ത കൂട്ടിൽ പറയുന്നത് ഒരാൾക്ക് അയാളുടെ ദുഃഖത്തിന്റെ കാരണം, അയാളുടെ വേദനയുടെയൊക്കെ കാരണം അറിയുന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒരു പരാജിതനല്ല. കാരണം അയാൾ ആഗ്രഹത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയുമാണ് ജീവിക്കുന്നത്. എന്നാൽ ഞാൻ പരാജിതനാണ്. കാരണം എൻ്റെ വേദനകൾക്കുള്ള അതിനുള്ള മരുന്ന് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മരുന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ ചികിത്സിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഏത് ദിവസമാണ് ഇതെല്ലാം മാറുക, ഈ രോഗമെല്ലാം മാറുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ദിവസത്തെ പ്രതീക്ഷിച്ചിരുന്നേനെ. പിന്നീട് അവസാനമായിട്ടുള്ള ആ കൂട്ടിൽ പറയുന്നത് ഇന ജമിയമായ യുസീബുൽ മറൂഫി ഹയാദിഹി, ഒരാൾ ജീവിതത്തിൽ എത്തിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതുപോലെ തന്നെ അവന്റെ നിരാശ, അവന്റെ പരാജയം, അതിലുള്ള കുറ്റക്കാരൻ അവന്റെ അവന്റെ വിധിയല്ല. ഇവന് വരുന്ന എല്ലാ പരാജയങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും അതിന്റെ കുറ്റക്കാരൻ വിധിയല്ല. മറിച്ച് അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ന്യൂനതകൾ, അവന്റെ വീഴ്ചകൾ, അതുപോലെ തന്നെ അവന്റെ അജ്ഞത, ഇതൊക്കെയാണ് അതിന്റെ കാരണം. അല്ലാതെ വെറുതെ വിധിയെ പഴിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ആ അവസാന കോട്ടിന്റെ ആശയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നുള്ളത്. ഇതിൽ അവസാനത്തെ കോട്ടുകളൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അഥവാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കേട്ട് ഓർത്തു വെക്കുക. അത്രമാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഈ ഭാഗത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വന്നതായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. അഥവാ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. അത്രമാത്രം മതിയാവും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ സമയമുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. പിന്നെ ഇവിടെ അവസാനമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. മാഹിയ അമൽ അറബിയ അലി മുസ്തഫ മൻഫലൂത്തിയുടെ അറബി രചനകൾ ഏതൊക്കെയാണ്? അത് നമുക്ക് ഒരുപാട് അവിടെ കൊടുത്തിട്ടുണ്ട്. നദറാത്ത് ഇബ്റാത്ത് പോലെയുള്ള ഫീസബിലി താജ് പോലെയുള്ള അദ്ദേഹത്തിന്റെ അറബി രചനകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാ അലമത്ത് മിൻ ഖിസ്സത്തി അൽ ഗനി വൽ ഫക്കീർ മിൻ കിതാബി നദറാത്ത്, അദ്ദേഹത്തിന്റെ നദറാത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നുള്ള അൽ ഗനി വൽ ഫക്കീർ എന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അഥവാ അവിടെ ഈ പാവങ്ങളോടുള്ള ധനികരുടെ അവരുടെ പെരുമാറ്റം, അതുപോലെ തന്നെ അവർ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്, അവരുടെ അലച്ച, ഇതൊക്കെയാണ് ആ പാഠഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു കഥയിൽ ഉണ്ടായിരുന്ന മെയിൻ ക്യാരക്ടർ അതാരാണ്? അതേപോലെ തന്നെ ഈ വലത്തിൽ ഏത് നാട്ടിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്? അതിലുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ അമീർ ബുറാൻ കൂമിയറിന്റെ മകനായിട്ടുള്ള കുസ്തൻതീൻ എന്നുള്ള അമീറിന്റെ മകനാണ്. അഥവാ ബുറാൻ കൂമിയറിന്റെ മകനായിട്ടുള്ള കുസ്തൻതീറാണ് ആ കഥയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അതൊക്കെ നടക്കുന്നത് ഒട്ടോമൻ എംപയറിലുണ്ടായിരുന്ന ബൽഖാൻ എന്ന് പറയുന്ന ഒരു നാട്ടിലാണ്. ആ കഥ യഥാർത്ഥത്തിൽ അതിന്റെ സെറ്റിങ്സ്, ആ കഥയുടെ നടക്കുന്ന സ്ഥലം അതാണ്. സ്റ്റീഫൻ ഫിരിവായത്തി മാജിദ് വലീൻ എന്നുള്ള ആ ഒരു ഭാഗത്തിൽ, ആ ഒരു ഗ്രന്ഥത്തിലെ ആ ഒരു നോവലാണ് മാജിദ് വലീൻ എന്നുള്ളത്. അതിലെ
സ്റ്റീഫൻ എന്ന് പറയുന്നത് ആരാണ്? സ്റ്റീഫൻ എന്ന് പറയുന്നത് മജിദ് അലീന്റെ വീടിന്റെ മുകളിൽ താമസിക്കാൻ വന്നിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഈ സ്റ്റീഫൻ എന്ന് പറയുന്നത്. സ്റ്റീഫൻ വളരെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ കൂടുതൽ പഠിക്കുന്ന നല്ല ബുദ്ധിയുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റീഫനും മജിദ് അലിയും തമ്മിലുള്ള ഒരു പ്രണയ കഥയാണ് യഥാർത്ഥത്തിൽ ഈ മജിദ് അലീൻ എന്ന് പറയുന്ന ആ നോവലിലുള്ളത്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ടുള്ളത് ഉക്തുദ് മൂജിസ നസി അൽ മുക്തസിബ് മിൻ അൽ ഇബറാത്ത്. ഈ ഇബറാത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇബറാത്ത് എന്ന് പറയുന്നത് 3 വാള്യങ്ങളാണ്. അതുപോലെ തന്നെ അതിലൊരുപാട് കഥകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അൽ യതീം എന്നുള്ള പാഠഭാഗം എടുത്തിട്ടുള്ളത്. പിന്നീട് ഇവിടെ കുറച്ച് വാക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നോക്കാം. കുറച്ച് വാക്കുകളുടെ അർത്ഥം കൂടെ നോക്കി വെക്കാം. അൽ ബായിസുൽ ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശനായിട്ടുള്ള ദരിദ്രൻ. അതുപോലെ തന്നെ തഹിയത്ത് മജീസ വളരെ ലഘുവായിട്ടുള്ള ഒരു അഭിവാദ്യം. അതേപോലെ തന്നെ ഹയ്യലയിലേയി അവനിലേക്ക് അങ്ങനെ തോന്നപ്പെട്ടു. ഹയ്യല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് മനസ്സിൽ ഭാവിക്കുക, സങ്കല്പിക്കുക. അതിനാണ് ഹയ്യാൽ ഹയ്യല എന്നൊക്കെ പറയുക. അതേപോലെ തന്നെ അൽ ജമിയത്തുൽ വതനിയ രാജ്യസഭ, ആ ഒരു കുസ്തൻതീൻ്റെ കഥയിലുള്ള രാജ്യസഭ അൽ ജമിയത്തുൽ വതനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകുക. അങ്ങനെ ഒരു സമാനമായിട്ടുള്ള അർത്ഥമാണുള്ളത്. അയാൾ ആ സ്റ്റീഫൻ മരങ്ങളുടെ ഇടയിലൂടെ നടന്നുപോയി, അവിടെയാണ് ആ പ്രയോഗം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകിച്ചുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇതിലില്ല. കഥകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയെ കുറിച്ചും ചെറിയ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.